ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഓടും കുതിര ചാടും കുതിര കണ്ടു. ആ ടോട്ടലി വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി. ഒന്നും പറയില്ല, കയ്യിൽ നിന്ന് പോയത്. കാരണം ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ മെയിൻ പ്രശ്നം, നരേഷനാണ് അതിന്റെ വലിയൊരു പോരായ്മ. ഇവർക്ക് എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടണമെന്ന് വിചാരിച്ചവർ ചെയ്യുന്നുണ്ട്. തുടക്കമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ട് പോയിട്ട് കുറച്ച് ഔട്ട് ഓഫ് റേഞ്ച്, ഒരു നോർമൽ കോമഡി ഇല്ലാത്ത രീതിയിൽ പോവും, അങ്ങനത്തെ നല്ല രീതിയിൽ പോകും എന്നൊക്കെ വിചാരിച്ചത് സ്റ്റാർട്ടിങ് പോണാണിട്ട്. പക്ഷെ ഇവരിത് ബ്രില്യൻസ് കാണിക്കാനാണോ, സൈക്കോളജിക്കലി അങ്ങനത്തെ ടൈപ്പ് കോമഡി കാണിക്കാനാണോ അറിയില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എനിക്കത് വർക്കൗട്ടായില്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് നല്ല വെറുപ്പിക്കലായിരുന്നു. കുറെ സീനുകള് ഈക്ക് മനസ്സിലാവാത്തത്, ഈ ചില സീനുകൾ ഇതിൽ പർട്ടിക്കുലർ ആയിട്ടൊരു ഡൈനിങ് ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ട് മേശയുടെ അടിയിൽ പോയിട്ട് ഇരുന്ന് കാട്ടിക്കൂട്ടേണ്ട രംഗങ്ങളുണ്ട്. ഇതൊക്കെ ഇവര് അഭിനയിക്കുമ്പോൾ കുറെ 3-4-5-6 പേരുണ്ട് തോന്നുന്നു ആ സീനില്. ഇവരിത് അഭിനയിക്കുമ്പോൾ അറിയില്ല എന്തോരം കോമാളിത്തരാണ് അവർ കാട്ടണത്. അപ്പൊ ഇതില് ഇതിന് വേറെ സൈക്കോളജിക്കൽ അർത്ഥം, വേറെ ബ്രില്യന്റ് മീനിങ്സ് ഒക്കെ ഉണ്ടെന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണോ നമ്മുടെ അൽത്താഫ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എനിക്കറിയില്ല. എനിക്കിത് മനസ്സിലായിട്ടില്ല. മനസ്സിലായവരുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. ഇതില് പിന്നെ ഇവര് പല പല എപ്പിസോഡുകൾ പോലെ ഓരോ ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ കാട്ടുന്നുണ്ട്. ഇതിലൊന്നും പരസ്പരം അവര് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോകുന്നു. ആരുടെയും പെർഫോമൻസ് അലമ്പെന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഫഹദാണെങ്കിലും ശരി, കല്യാണാണെങ്കിലും ശരി, ലാലാണ് ശരിക്കും പറയുകയാണെങ്കിൽ വെറുപ്പിക്കലും ഇടയ്ക്കൊരു ആശ്വാസവും രണ്ടും അവൻ തന്നെയാണ്. ഫഹദിന് പ്രത്യേകിച്ച് ആ കൊടുത്ത റോള് കുഴപ്പമില്ലാണ്ട് ചെയ്യുക. കാരണം അവനത് പ്രസന്റ് ചെയ്യണത് മോശമായിട്ടല്ല, നമുക്ക് അതിന്റെ സിറ്റുവേഷൻ നമുക്കത് വർക്കൗട്ട് ആവുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. സിറ്റുവേഷൻ വർക്കൗട്ട് ആവുന്നത് സ്ക്രീൻ പ്ലേ, നരേഷൻ, പ്രത്യേകിച്ച് നരേഷൻ, പല പല നരേഷൻ ഇതിലുണ്ട്. ഇവർക്ക് ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇന്നർ മീനിങ്, നമ്മൾ കാണാത്ത അർത്ഥ തലങ്ങള്, അതായത് ഇപ്പൊ എന്താ പറയാ, ചില പെയിന്റിംഗ് ഒക്കെ ഇല്ലേ, നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ അതിന് ഭയങ്കര അർത്ഥങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലത്തെ കോമഡികളാണ് ഇതിൽ ഉദ്ദേശിച്ചെങ്കിൽ എനിക്കറിയില്ല, എനിക്കത് കിട്ടിയിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു നോർമൽ ഓഡിയൻസിന് ഈ പടം തിയേറ്ററിൽ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു നമുക്ക് പലയിടങ്ങളിലും എന്താണ് ഇവർ ചെയ്യണത് എന്നുള്ള തോന്നലാണ്. കുറെ കഥാപാത്രങ്ങൾ വന്നു പോകണു. ധ്യാന്റെ കഥാപാത്രമൊക്കെ എന്തിനാ വരുന്നത്, എന്തിനാ പോകണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. പല പല കാര്യങ്ങൾ കാണിക്കാൻ ഒരു 2.5 മണിക്കൂർ വേണമെന്ന് വിചാരിച്ചിട്ട് ഇവര് ഇങ്ങനെ കുറെ സീൻസ് ആഡ് ചെയ്ത പോലെയാക്കി തോന്നിയത്. കല്യാണി ശരിക്കും ഒരു ഘട്ടം കഴിഞ്ഞ് കല്യാണിനെ കാണാനില്ല, പിന്നെ കുറച്ചൊക്കെ കല്യാണി വരും, അങ്ങനെ എന്തൊക്കെ കാട്ടുണ്ട്. അവസാനം അവർ ഒന്നിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഭയങ്കര അർത്ഥങ്ങളാണ് പറയണത്. ഇതിന്റെ അവസാനം എൻഡ് ക്രെഡിറ്റിൽ വരെ ഒരു ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ബ്രില്യന്റ് കോമഡി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഭയങ്കര രസമായിരുന്നു. ബോറായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനത്തെ സീനുകള്. ടോട്ടലി ഇതിലിപ്പോ നല്ലതെന്ന് പറയാനുള്ളത് മേക്കിങ്ങിന് അപാകത എനിക്ക് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ വേറെ പെർഫോമൻസിൽ വലിയ പ്രശ്നങ്ങളില്ല. മ്യൂസിക്കും ജസ്റ്റിൻ പ്രകാരം തോന്നുന്നു, മ്യൂസിക്കും അത്യാവശ്യം നീറ്റ് ആയിരുന്നു. പക്ഷെ ഒരു ബിലോ എവറേജ്, ഒരു കയ്യിൽ നിന്ന് പോയ ഒരു അറ്റംപ്റ്റ് അൽത്താഫിന്റെ കയ്യിൽ നിന്ന് പോയി. പ്രത്യേകിച്ച് ഇത് ഈ ഓണ സീസണിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പടങ്ങളുള്ളപ്പോൾ ഇതിന് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.